ഇവർക്ക് ഒരു പുതിയ റൗണ്ട്, അതായത് ഇവരൊരു ഔട്ട്ഡോർ ടാസ്ക് ചെയ്തു ശ്വേതാജി. ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരെ ഇവർ കാണേണ്ടി വരും, അവരുടെ കൂടെ സംസാരിക്കേണ്ടി വരും. പിന്നെ ഒരു പ്രത്യേക സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നാൽ ആ സിറ്റുവേഷൻസ് നിങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, സ്വന്തം പ്രൊട്ടക്ട് ചെയ്യണം, മകളെ പ്രൊട്ടക്ട് ചെയ്യണം, അതുപോലെ ചുറ്റുമുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണം. നമുക്ക് വെറുതെ എല്ലായിടത്തും കയറി അങ്ങനെ വഴക്കുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ ഒരു സൊല്യൂഷൻ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഉറങ്ങിക്കിടന്ന ഒരു അമ്മയുടെ ശക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ശക്തി അതെല്ലാം പുറത്ത് കാണിക്കാൻ എപ്പോഴും നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. പക്ഷെ അങ്ങനെ ഒരു അവസരം ഇവർക്ക് എല്ലാവർക്കും കിട്ടി. അത് ഇവരെങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ ഈ ഔട്ട്ഡോർ ടാസ്കിലൂടെ കാണാൻ പോകുന്നത്. ഈവൻ ഞാനും ശ്വേതാജിയും ഒക്കെ എക്സൈറ്റഡ് ആണ് നിങ്ങൾ എങ്ങനെയായിരിക്കും ഓരോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തതെന്ന് അറിയാൻ. അപ്പൊ ആദ്യം നമുക്ക് സന്ധ്യ ആൻഡ് വൈഗ അവരുടെ ഔട്ട്ഡോർ ടാസ്കിന്റെ പെർഫോമൻസ് കാണാനുള്ള സമയമാണ്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഹായ്. സോ സൂപ്പർ അമ്മയും മകളും ഷോയിൽ നമ്മൾ പലതരത്തിലുള്ള സെഗ്മെന്റ്സ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ എൻറ്റയർലി ഡിഫറെൻറ്റ്, വ്യത്യസ്തകരമായ ഒരു സെഗ്മെന്റ്സ് ആണ് കാണാൻ പോകുന്നത്. നമ്മൾ എവിടെയാ നിൽക്കുന്നതെന്ന് അറിയോ? വിഴിഞ്ഞം എന്ന് പറഞ്ഞ സ്ഥലം. വിഴിഞ്ഞം വന്നിട്ടുണ്ട് അതിന് മുന്നേ? ഇല്ല, ഇത് ഫസ്റ്റ് ടൈം. സോ നിങ്ങൾക്ക് എന്ത് ടാസ്ക് ആണ് തരാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ? ചെറിയ ഐഡിയ ഉണ്ട്, അത് കറക്റ്റ് ആണെന്ന് അറിയില്ല. ഓക്കെ, ഞാൻ പറയാം. ഒരു 500 റുപ്പീസ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇരിക്കട്ടെ, ഞാൻ ഈ 500 റുപ്പീസ് തന്നു. നിങ്ങൾ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് പോയി ലേലത്തിന് മീൻ പിടിച്ച് നിങ്ങൾ സെൽ ചെയ്യണം. ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തരേണ്ടത് തിരിച്ച് 500 ആയിരിക്കണം. ഞാൻ ഓൾസോ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് കാണണം. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ചലഞ്ചസ് ആണോ വരുന്നത് ഇതൊക്കെ നിങ്ങൾ എങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ടാസ്ക്. ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? കുറച്ച് ടെൻഷൻ ഉണ്ട്, നല്ലോണം ടെൻഷൻ ഉണ്ട്. പേടിക്കണ്ട, കൂളായിട്ട് നന്നായിട്ട് ചെയ്യാം. വിഷിംഗ് യു ബോത്ത് എ വെരി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മുന്നൂറിന് എത്ര എണ്ണം കിട്ടും? ഒരു 200 റുപ്യക്ക് എത്ര കിട്ടും നിങ്ങൾ? ഇതെല്ലാം കൂടെ എത്ര പൈസ കിട്ടും? 200 റുപ്യ ഇത്രയും വാങ്ങി നമുക്കൊരു സെയിലാക്കാൻ. വാ ലേലം വിളിക്കുന്ന അങ്ങോട്ടാ. വാ നടക്കാം. ചേച്ചി ഇതെത്രയാ? ചേച്ചി എത്രയാ? 4000 രൂപ ഒരു കുട്ട. 3 വയസ്സായി. ആദ്യം മീൻ സെലക്ട് ചെയ്യും. ഏത് മീൻ വാങ്ങിയാലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അതോ അടുത്തയോ? അവിടുത്തെ മീനോ? അല്ല, ചെമ്മീൻ നോക്കാം. അവിടുത്തെ മീനോ? അത് അവിടെ നോക്ക്. 1200. അത് കുറച്ച് വാങ്ങാം. അത് 1200 വാങ്ങണ്ട, കുറച്ച് വാങ്ങാം. തരുവാ? അത് ചോദിച്ചു നോക്കാം. ഏട്ടാ ഇത് സെയിലായ 200. അല്ല, 1000 പോയില്ലേ? വെറും 200. ഒരു 500 റുപ്യക്ക് തരുവാ? വെച്ചോട്ടി ഇരിക്കാൻ പറ്റുവാ? 500 റുപ്യക്ക് എത്ര എണ്ണം കിട്ടും? ഒരു 200 റുപ്യക്ക് പിന്നെ എത്ര ഉണ്ടാവും? 1 2 3 4 5. ഇത് മാത്രാ? ഇത് എത്ര എണ്ണം ഉണ്ട്? 300. 200. ഇത് കൂടി വെക്ക്. 200. ആ, അതല്ലേ പറഞ്ഞേ, നമ്മൾ എല്ലാം കൂടി പറഞ്ഞേ. എന്നാ ചേച്ചി എന്നൊരു കാര്യം ചെയ്യും. ഒരു മിനിറ്റ് പറയുന്നത് നമ്മൾ അതൊന്നും നോക്കണ്ട. നിങ്ങളില്ലേ ഒരു 200 റുപ്യക്ക് ചായ വെച്ച് നാടകത്തൊന്നുമല്ല. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞത് 200 റുപ്യക്ക് താ. അല്ല 200.
എത്രയുള്ള? അല്ല വേണ്ട 400 ഒരു 300 രൂപയ്ക്ക് മതി, 300 മതി. അപ്പൊ 300 രൂപയ്ക്ക്. ചേച്ചി ചീത്ത പറഞ്ഞോട്ടാ. ഞാൻ വാങ്ങുന്നു പറഞ്ഞിട്ടില്ലേ? നമുക്കിത് എവിടെ നിന്ന് സെയിൽ ചെയ്യാൻ വൈകാം? ഇവിടെ തന്നെ ഇരിക്കാം. മീൻ വേണോ? ഏട്ടാ മീൻ വേണോ? ഏട്ടാ വാങ്ങിക്കട്ടെ, നല്ല പെടക്കുന്ന മീനേട്ടാ, പെടക്കുന്ന മീനേതാ? എന്നാ പോട്ടെ 350. 300 രൂപയ്ക്ക് ഇത്ര തരും. 300 രൂപയ്ക്ക് റെഡി. ഇതാ 300 രൂപ കട്ടാൻ റെഡിയാണ്. കേട്ടോ ഇനി ഇതും കൂടി 300 രൂപ. 300 രൂപ. നമുക്കൊരു 200 കൊണ്ട് മീനാണ്. ചേച്ചി ഒരു 150 രൂപയ്ക്ക് മീൻ. പൈസ തരാം ചേച്ചി. ചേച്ചി രണ്ടെണ്ണം കൂടി വെക്കുക. ചേച്ചി രണ്ടെണ്ണം കൂടി വെക്ക്. ഒന്നും കൂടി 150 അല്ലേ? മീൻ വേണ ഏട്ടാ? മീൻ വാങ്ങുവാ? 100 രൂപ. മീൻ വാങ്ങുവാ? മീന് 100 രൂപയ്ക്ക് എടുക്കുക ചേച്ചി. ഇതെടുത്താ 100. മീനല്ല വാടക കൊടുത്തോ? വാടകയോ? ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ ലിസി ആന്റി പറഞ്ഞില്ലേ ഇവിടെ വാടക കേസ്? ആരെ തന്നു? നിന്റെ തന്നു? ഏട്ടാ ഇത് ഞങ്ങള് വഴപ്പഴ മോളെ കാണുന്നില്ലേ? ഇന്ന് പോയിക്കോട്ടെ. അയ്യോ ഇവിടെ തറവാട എന്തോന്നു ഷൂട്ടും ഇവിടെ തറവാട വരാതെ വിനിയോഗിക്കാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ പൈസ എടുത്ത് 2000 അല്ലേ എടുത്തോണ്ട് പോ. നിങ്ങൾ പൈസ തന്നിട്ട് എന്നെ ഇവിടെ കച്ചവടം ചെയ്യണം. ചേട്ടാ എല്ലാരും പണിയെടുക്കുന്നത് അന്നത്തിന് വേണ്ടിട്ടല്ലേ? മോളുണ്ട്, ഇതൊന്ന് വിറ്റ് പോക്കട്ടെ. 2.5 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ ഇവിടെ പൈസ കൊടുത്തിട്ടേക്കണ നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ. എല്ലാവർക്കും വയറ്റിപ്പഴപ്പല്ലേ ചേട്ടാ? എന്റെയും വയറ്റിപ്പഴപ്പാണ്, ഇവന്റെ വയറ്റിപ്പഴപ്പാണ്. ഇവിടെ തറവാട 2000 രൂപ വേണം. എടുത്തോണ്ട് പോടാ. ഇവിടെ വാരിക്കെട്ടു. ഇതൊന്നും ചെയ്തോട്ടാ. ഇവിടെ ഇത് പറ്റൂല.
ചേട്ടാ ഇത് ആകെ ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ ഇവര് കച്ചവടത്തിന് ഇവരൊക്കെ കച്ചവടം ചെയ്യുന്നില്ല അവരൊക്കെ പൈസ ഉണ്ടായിരിക്കുന്നത് ഇന്ന് തുടങ്ങുന്നതാണ് നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞത്? ഞങ്ങളോ ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ്. അടുത്തെന്ന് വെച്ചാൽ എവിടെ നിന്ന്? ഇവിടെ അടുത്താണ് കേട്ടാ. സ്ഥലപ്പേരില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. എവിടെ? ഞങ്ങൾ അടുത്താണ്. എടാ നീ മാറടാ. ആര്? ആ പോലീസിനെ വിളി, ഞാൻ സംസാരിക്കാം. പോലീസിനെ വിളി. പോടെ. മീൻ വാങ്ങട്ടെ. ഇവിടെ മീനില്ല, മീൻ കൊടുക്കൂല. ഇതൊക്കെ കടലിൽ ഇപ്പൊ വാരി എറിയും. ഇത് എല്ലാരെ പോലെ ഞങ്ങളും ഒരു സ്ത്രീയാണ്. ഞങ്ങൾക്ക് അവരെല്ലാവരും ഇവിടെ പൈസ തന്നിട്ടാണ് ഇരിക്കുന്നത്. വിൽക്കാനുള്ള അധികാരം. നിങ്ങൾ പൈസ തന്നിട്ട് തന്നെ ഇവിടെ ഇരിക്കണത്. ആ പിന്നെ പൈസ ഇട്. ഞങ്ങൾക്ക് പൈസ എന്തിനാ ഇവിടെ തറവാട കൊടുക്കണമെന്ന്? അതിന്റെ പേപ്പറോ കാര്യമൊന്നും കൊണ്ടാ? പേപ്പറും കാര്യങ്ങളില്ല. ഇവിടെ 2 ലക്ഷം രൂപ ലേലം വിളിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇവിടെ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളോട് ഇവിടെ വന്ന് വിറ്റോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? നിങ്ങളോട് ആര് പറഞ്ഞു വിൽക്കാൻ പറഞ്ഞു? ഞങ്ങളോട് ഇവിടെ വന്ന് വിറ്റോളാം. ഞാൻ പറഞ്ഞു വിറ്റോളാം. വാരിയിട്. ഇവരെ പോലെ തന്നെ അവര് കാശ് തന്നിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു പേപ്പർ ഈ നാട്ടുകാരാണോ? ഈ സ്ഥലത്ത് എവിടെയുള്ള ഇവിടെ അടുത്തുള്ള ആൾക്കാരാണ്. ക്രിസ്ത്യാനി അറിയാമോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് നിങ്ങളാരാണ്? ഞാൻ ഇവിടെ റെന്റ് എടുത്തിരിക്കുന്ന ആളാണ്. അത് പേപ്പറും കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇത് അതുപോലെ ഇവിടെ ഞങ്ങൾക്ക് നിങ്ങളാര്? ഞങ്ങളോട് ഇരുന്ന് വിറ്റോളം പറഞ്ഞു. നിങ്ങൾ ആര് പറഞ്ഞു? ഞങ്ങളോട് പറഞ്ഞു വിറ്റോളാം. എടാ നിന്റെ അടുത്ത് പോകാൻ പറഞ്ഞ എനിക്ക് 2 അഞ്ച് കിട്ടും. മീൻ വേണം. എവിടെ മീനൊന്നുമില്ല. ചീഞ്ഞ മീനാണ്. ചീഞ്ഞ മീൻ. ഇന്നലത്തെ മീൻ വാങ്ങല്ലേ? അഴുക്ക മീൻ. ചീഞ്ഞ മീന്. ഇന്നൊരു ദിവസം നിങ്ങൾ ഇരുന്നോ? നാളെ ഈ ഏരിയ കണ്ടുപോലും. ഇന്നൊരു ദിവസം ഇവിടെ ഇരുന്നോ? നാളെ ഏരിയ കണ്ടുപോലും. വല്ലതും പറയുമ്പോ മുട പറയണ. മീൻ വാങ്ങാം. അങ്ങനെ പറയില്ല ചേച്ചി. ഞങ്ങളും നിങ്ങളെ പോലെ തന്നെ സ്ത്രീയല്ലേ ചേച്ചി? വന്നോ, ഞങ്ങൾ നാട്ടിൽ നല്ലോണം സ്വീകരിക്കും. ഇല്ല ചേച്ചി, ഒരിക്കലും ഇല്ല ചേച്ചി. ഇല്ല ചേച്ചി. ഇല്ല ചേച്ചി. എങ്ങനെയുണ്ടായിരുന്നു? ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ലൈഫിൽ മീൻ ഇങ്ങനെ ഇതേപോലെ ഒരു മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിയിട്ടേ ശരിയുള്ളൂ. ഇത് കച്ചവടം ചെയ്യുന്നില്ല വേഗ സെയിൽ ചെയ്യുന്ന ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ടീച്ചർ ജോബ് പോയാലും ഒരു സർവൈവ് ചെയ്ത് പോവാല്ലേ? ഞങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലും ജീവിക്കാം എന്നുള്ള രീതിയിൽ പറ്റും തോന്നുന്നു. സോ ഞാൻ ആദ്യം ഒരു ചാലഞ്ച് തന്നിട്ടുണ്ടായിരുന്നു. 500 എനിക്ക് അതുപോലെ തരണം. എന്തായി? ഇതാ 500 അതുപോലെ തന്നെ തന്നു. ഓക്കെ. പിന്നെ ഇതാ എക്സ്ട്രാ 350 പ്രോഫിറ്റ്. അപ്പൊ നിങ്ങളുടെ പ്രോഫിറ്റ് 350. മൊത്തം 850ക്കാണ് സെല് ചെയ്തതല്ല, ഞാൻ 450ക്കാണ് സെല് ചെയ്തത്. ഓക്കെ. അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ. പ്രോഫിറ്റ് വന്നത് 350. ഓക്കെ, അടിപൊളി. സോ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. താങ്ക് യു. സൂപ്പർ. ഒരു തകർപ്പൻ പെർഫോമൻസ് കണ്ടിട്ട് ഒരു എനർജിയിൽ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുകയാണ്. ശ്വേതാജി, എന്താണ് ഈ കാണുന്നത്? ഭയങ്കര ഹാപ്പി, വെരി ഷോക്കിംഗ്. നല്ലൊരു എക്സ്പീരിയൻസ് ഐ എം ഷുവർ അല്ലേ? എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല അല്ലേ? നല്ല നല്ല വാക്കുകളും കേട്ടു. നല്ലോണം കിട്ടി, നല്ലോണം ജീവിതത്തിൽ കേൾക്കാത്ത പൊലഭ്യം നല്ല ചീത്ത കിട്ടി. അതല്ലേ, കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അങ്ങനെ ആ സൈഡും അല്ലേ? പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ എന്താ പറയാ ദുഷ്മനാണെന്ന് നമ്മൾ കണ്ടു അല്ലേ? ആരും സ്ത്രീകളാണ് അവിടെ ഏറ്റവും ജാസ്തി ആക്ഷൻ ആയിരുന്നു. അവിടെ പോയി ഞാൻ അവിടുന്ന് സാധനം മീന് വാങ്ങിയിട്ട് തരുവോന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു ഞാൻ കാണിച്ചതിന്റെ ഡിറ്റോ എനിക്ക് തിരിച്ച് കൈകൊണ്ട് എന്തോ എക്സ്പ്രഷൻ കാണിക്കലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വായിൽ നല്ല നല്ല വാക്കുകൾ വന്നു അവരെ വായി. അപ്പൊ നോർമലി ഇങ്ങനെ ഒരു ചീത്ത ഇത് കേട്ട് കഴിഞ്ഞാൽ പൊതുവെ റിയാക്ട് ചെയ്യാത്ത ആളാണോ? റിയാക്ട് ചെയ്യും, പക്ഷെ ഇപ്പൊ ഞങ്ങളെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് അടിയുണ്ടാക്കാൻ പോലല്ല. ഞങ്ങളെ നമുക്ക് തന്ന ടാസ്ക് അത് അവിടെ നിന്ന് വാങ്ങി അവിടെ തന്നെ സെയിൽ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എവിടെയോ ക്യാമറ കോൺഷ്യസ് ആയിരുന്നു. ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്ന നമുക്കറിയാം, ഇങ്ങനെ ഉണ്ട് ഇവര് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാം.
പക്ഷെ ഇത് ഓഫ് ക്യാമറ ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണോ ഹാൻഡിൽ ചെയ്യുക? ഇല്ല ഞങ്ങള് ഇങ്ങനെ ഇതേ ലാംഗ്വേജിൽ ലാംഗ്വേജ് അല്ല, ലാംഗ്വേജ് യൂസ് ചെയ്യില്ല. ഞങ്ങൾ പറയുന്നതിന് ജസ്റ്റ് ഒന്ന് പറയായിരിക്കും, പക്ഷെ ഇങ്ങനത്തെ ലാംഗ്വേജ് യൂസ് ചെയ്യില്ല. പക്ഷെ ഞാൻ പറയുന്നത് ബി യോർ സെൽഫ്, യുനോ, അതാണ്. ബിക്കോസ് എനിക്ക് പക്ഷെ നന്നായി ഹാൻഡിൽ ചെയ്തു സന്ധ്യ, വെരി വെൽ. വൈകക്കുട്ടിയും നന്നായിട്ട് അത് എന്താ പറയാ, എനിക്ക് തോന്നുന്നു അമ്മ ഹാൻഡിൽ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് വൈകിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിട്ട്. അപ്പോ പക്ഷെ നല്ലൊരു മോർ ദാൻ 65% ആണ് ഉണ്ടാക്കിയത്. 500 കൊടുത്ത് 350 rupees പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ്. അപ്പൊ ബിസിനസ് ചെയ്യാല്ലേ? ബിസിനസ് പേപ്പേഴ്സ് എടുക്കുന്ന കോളേജിൽ ഐഡിയ വെച്ചിട്ടാണ്. എന്തായാലും ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. നന്നായി. എന്തായാലും അവിടെ സർവൈവ് ചെയ്തുല്ലോ. അതാണ് എനിക്ക് തോന്നുന്നു ലൈഫിന്റെ ഏറ്റവും വലിയൊരു ഒരു റസ്റ്റിക്, ഒരു എനിക്ക് തോന്നുന്നു റിയാലിറ്റിയിലുള്ള ഒരു സ്പേസിലാണ് നിങ്ങൾ മത്സരിച്ച് പ്രാങ്ക് അടിച്ചത്. അത് നന്നായി. ഈ ഒരു ഞാൻ പറയാൻ വിചാരിക്കുന്നു മാം, കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഞങ്ങള് അവിടെ പോയി കണ്ടത് വെയിലത്താണ്. ഞങ്ങൾക്ക് കുറച്ച് സമയം അവിടെ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ വെയിലത്തിരുന്ന് സെല്ല് വെരി ഡിഫിക്കൽട്ട്. വൈകിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ? ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിങ്ങനെ സെല്ല് ചെയ്യുന്നുള്ളൊരു സ്വപ്നത്തിലേ വിചാരിച്ചിട്ടില്ല. പക്ഷെ വൈകക്കുട്ടിയാണ് 100 രൂപയല്ല അമ്മേ 150 നമുക്ക് വിൽക്കാം എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ നല്ലതാണ്. പ്രോഫിറ്റ് അല്ലേ വേണ്ടത്, കൊട്ടയും കൂടി സെല്ല് ചെയ്യാ. അല്ല അതൊക്കെയാണ്. അപ്പൊ അവളുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. വൈക പേടിച്ചോ? ആ ഗുണ്ട വന്നപ്പോ പേടിച്ചോ? പേടിച്ചു. ഫസ്റ്റ് ഭയങ്കര എൻട്രി ആയിരുന്നു. അപ്പോ എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഏതൊക്കെ ഷോസിൽ ഉണ്ടായെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ വിട്ടിട്ട് ഇതാ പണി എന്നുള്ളത്, അത് വിട്ടിട്ട് ഇതാ പണി. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ സ്റ്റക്കായ പോലെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് വൈക അധികം ഒന്നും സംസാരിച്ചില്ല. പക്ഷേ കുറെ ആൾക്കാർ പോകുന്നുണ്ട്. ഞാനിങ്ങനെ കസ്റ്റമേഴ്സിനെ വിളിക്കുന്നുണ്ടായിരുന്നു, വാ മീൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് പേപ്പർ എവിടെയെന്ന് അയാളോട് ചോദിക്കലും, പിന്നെ അയാളുടെ അടുത്ത് നന്നായിട്ട് അതാണ്. I thought it was very well handled, very beautifully done. സൂപ്പർ.